അങ്ങനെ പഠിച്ചു തളർന്നതിന് ക്ഷീണം മാറ്റാൻ ഞങ്ങൾ ഇന്നും ഫുഡ് കഴിക്കാൻ പോയി. ഇത്രയും നാളെ എന്റെ കൂടെ നടന്നിട്ട് ടൈമിനനുസരിച്ച് പേജ് മാറ്റാൻ പോലും പഠിച്ചിട്ടില്ല. കറക്റ്റ് ആയിട്ട് ഷുഗർ ഇടാത്ത കാരണം ഇതിപ്പോ രണ്ടാമത്തെ ക്യാപ്പച്ചിനോ ആണ്. അങ്ങനെ ക്യാപ്പച്ചിനോയും വിഴുങ്ങി കണ്ണി കണ്ടതൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഗൈസ് അത് സംഭവിച്ചത്. രാഗേന്ദ്രന്റെ പല്ലിന്റെ ഇടയിൽ എന്തോ കൂടി. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു പണിയില്ലാണ്ടിരുന്ന ചേച്ചായനെ വിളിച്ചു വരുത്തി കഷ്ടപ്പെട്ട് പഠിച്ച ഡെന്റൽ ഡോക്ടറായ ഒരു കൂട്ടുകാരി എനിക്കുണ്ട്. അവളുടെ അടുത്തേക്ക് വെച്ച് പിടിച്ചു. ഈശ്വര, ഇവിടത്തെ ചെയ്താൽ ശരിയാവുന്ന രാഗേന്ദ്രന്റെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവള് നല്ല കൈപ്പുണ്യുള്ള ഡോക്ടർ. സ്വന്തം പപ്പയുടെ പല്ല് പറിച്ചാണ് അവള് പരീക്ഷ പാസ്സായത്. അങ്ങനെ ചെറിയൊരു ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ പോയ ഞങ്ങൾ ഇവിടെ വരെ എത്തി. അതാ മറ്റൊരു സുന്ദരിയായ ഡോക്ടർ. അങ്ങനെ അന്വേഷണങ്ങൾക്കൊടുവിൽ കണ്ടെത്തി വായ്ക്കകത്തൊരു വലിയ ഗുണാക്കിയുണ്ട്. ഒത്തുള്ള മഴയേക്കാൾ കാര്യമായിട്ടുള്ള പേമാരി അവിടെ ഉണ്ട്. പിന്നെ ഗുണാക്കീവ് കണ്ടുപിടിച്ച സന്തോഷത്തിൽ ഞങ്ങൾ വായ്ക്കകത്ത് DJ വെച്ചു. അങ്ങനെ അവസാനം മൂക്കി പഞ്ഞി വെക്കണതിന് പകരം വായിൽ പഞ്ഞി വെച്ച് ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ചു. പൊതുവെയുള്ള ഡോക്ടേഴ്സിനെ പോലെയല്ല, നല്ല വെട്ടിപ്പുള്ള ഹാൻഡ് റൈറ്റിംഗിൽ അവൾ മരുന്നൊക്കെ എഴുതി. അങ്ങനെ മിണ്ടാട്ട് നിന്ന് പോയ എന്റെ കൂട്ടുകാരുടെ ശബ്ദം തിരിച്ചു കിട്ടി ഗൈസ്.